ഓട്ടോ ടാക്സി ഓട്ടോ ടാക്സി ഓട്ടോ ടാക്സി ഓട്ടോ ടാക്സി എല്ലാവരെയും വീട്ടിൽ കൊണ്ടാക്കി തരാം ഓട്ടോ ടാക്സി. ബസ്സിൽ കൊടുക്കേണ്ട പൈസ പോലും കൊടുക്കണ്ട ഓട്ടോ ടാക്സിയിൽ നിസ്സാര പൈസ കൊടുത്താൽ മതി. 1 കിലോമീറ്ററിന് വെറും 10 രൂപ. കടന്നു വരൂ ഓട്ടോ ടാക്സി. ഫ്രാങ്ക്ലിൻ ഭായ്, ഇതെന്താണ് ഫ്രാങ്ക്ലിൻ ഭായ് മീൻകാരി വിളിക്കുന്ന മാതിരി? ഏതെടുത്താലും പത്ത്. അയ്യോ ഫ്രാങ്ക്ലിൻ ഭായ്, ഞാൻ ഒരു കാര്യം പറയട്ടെ ഫ്രാങ്ക്ലിൻ ഭായ്. എന്താടാ ചിഞ്ചാനെ, ഞാൻ ഈ ഓട്ടോറിക്ഷ മേടിച്ചത് മുതൽ നീ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ പൊന്ന് ഫ്രാങ്ക്ലിൻ ഭായ്, ഇങ്ങനെ വിളിച്ച് ശരിയാവത്തില്ല. ഈ നാട്ടുകാരെ കണ്ട ഫ്രാങ്ക്ലിൻ ഭായ്, എല്ലാവർക്കും സ്വന്തമായിട്ട് കാറുകളുണ്ട്. ലോസ് ആൻഡോസ് സിറ്റി എവിടെ നോക്കിയാലും കാറുകളാണ് ഫ്രാങ്ക്ലിൻ ഭായ്. അതുകൊണ്ടാണ് ആരും ഓട്ടോ ടാക്സി നടക്കുന്നത്. AC പോലും ഇല്ല, ഫുള്ള് ഗവൺമെന്റേക്കാണ്. ഇങ്ങനത്തെ ആൾക്കാർ കേറും ഫ്രാങ്ക്ലിൻ ഭായ്. സാധാരണക്കാരുണ്ടടാ, പാവങ്ങള് വന്ന് കയറോടാ. പാവങ്ങൾക്ക് വേണ്ടിട്ടാണ് ഈ ഓട്ടോ ടാക്സി ഞാൻ തുടങ്ങിയത്, അറിയോടാ ചിഞ്ചാനെ. എന്നാലും ഒരു നാട്ടുകാരെ പോലും ഇവിടെ കാണുന്നില്ലല്ലോ. ഒരു മനുഷ്യന്മാരെ പോലും ഈ സ്ഥലത്ത് കാണുന്നില്ല. കണ്ട, ഇവരൊക്കെ എവിടെ പോയി കിടക്കുകടാ ഈ മനുഷ്യന്മാരൊക്കെ? ഇന്നാണെങ്കിൽ റോഡ് സൈഡിൽ ട്രാഫിക്കും കുറവാണ്. ദേ ഒരു മാമൻ വരുന്നുണ്ട്, അവന്റെ അടുത്ത് ചോദിച്ചു നോക്കാം. അയ്യോ, ഇവന്റും കാര്യങ്ങളൊക്കെ തുടങ്ങാറിയില്ലേ? എത്രയും പെട്ടെന്ന് പോട്ടെ. അയ്യോ, ആരാണ് അവിടെ ഓട്ടോ ടാക്സി കൊണ്ട് വെച്ചേക്കണത്? അയ്യോ ചേട്ടാ, സോറി ചേട്ടാ, ഇത് പുതിയ ഓട്ടോ ടാക്സി സ്റ്റാൻഡ്. ചേട്ടൻ നോക്കി നടക്കണ്ട ചേട്ടാ. എനിക്കൊന്നും കണ്ണു കണ്ടുവിട്ടോ. ഓട്ടോ ടാക്സി റോഡിന്റെ സൈഡിലാണ് പാർക്ക് ചെയ്ത് വെച്ചേക്കണത്. അല്ല ചേട്ടാ, ഞാൻ കാര്യം ചെയ്യാം ചേട്ടാ. ഈ നാട്ടുകാരൊക്കെ അവിടെ പോയി, ഒരു മനുഷ്യനെ ഇവിടെ കാണുന്നില്ലല്ലോ. ഞാൻ രാവിലെ എടാ ചിഞ്ചാനെ, അപ്പൊ ഓട്ടോ ടാക്സി ഓടണ്ടേ? പൈസ വേണ്ടേ? വീട്ടിലുള്ള ഫുഡും വൈദ്യ സാധനങ്ങളൊക്കെ മേടിക്കണ്ടേ? സ്പൈഡർമാന്റെ വീട്ടിലോട്ട് 2 പേർക്ക് പോവാന് ഇത് ചാൻസറോ? അത് വഴിയുണ്ട്, നമുക്ക് പോവാം. നിങ്ങൾ ഇവിടെ സംസാരിച്ച് എന്തോ ചെയ്തൊക്കെ ചെയ്തോ, ഞാൻ പോവാണ്. രാവിലെ തന്നെ ഓരോരുത്തന്മാര് കുറ്റം പറിച്ച് അറിയിക്കോളും. എത്രയും പെട്ടെന്ന് ഐലൻഡിൽ പോയിട്ട് മത്സരത്തിൽ പോയിട്ട് എനിക്ക് പങ്കെടുക്കണം. ഫ്രാങ്ക്ലിൻ ഭായ്, ഇത് കിട്ടിയ ചാൻസ് ആണ് ഫ്രാങ്ക്ലിൻ ഭായ്. വെറുതെ കളയരുത് ഫ്രാങ്ക്ലിൻ ഭായ്, പ്ലീസ്. നല്ല ഫ്രാങ്ക്ലിൻ ഭായ് അല്ലേ? എടാ ചിഞ്ചാനെ, അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവൂടാ? ഇന്നലെ രാത്രിയിലാണ് നമ്മൾ ഓട്ടോറിക്ഷ മേടിച്ചത്. ഇന്ന് രാവിലെ നമ്മൾ ആദ്യത്തെ ഒരാളെ പോലും കേട്ടിട്ടുണ്ടാ ചിഞ്ചാനെ. നമുക്ക് ആദ്യം ഒരു ഉദ്ഘാടനം കഴിക്കണ്ടാ. ഫ്രാങ്ക്ലിൻ ഭായ് പ്ലീസ്, ഇത്തവണത്തേക്ക് ഫ്രാങ്ക്ലിൻ ഭായ് പ്ലീസ് 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 പ്ലീസ്. ഒരു ബസ് പോലും കാണുന്നില്ലല്ലോ. ഞങ്ങളുടെ ഓട്ടോ ടാക്സി ഉണ്ടല്ലോ, ഓട്ടോ ടാക്സിക്കാരെ ചോദിക്കാം. ചേട്ടാ, ഓട്ടോ ഓടുവോ? ഓട്ടോ ഓടണോ? ആദ്യമായിട്ട് ഒരു കസ്റ്റമർ വന്ന്, ഫ്രാങ്ക്ലിൻ ഭായ് പ്ലീസ്, ഫ്രാങ്ക്ലിൻ ഭായ് പ്ലീസ്. ചേച്ചി, അത് സോറി, ഇന്നത്തെ ഓട്ടം കഴിഞ്ഞു ചേച്ചി. സോറി, നാളെ വാ. ആണോ? ഓക്കേ, സോറി. ചിഞ്ചാനെ, വന്ന് വണ്ടി കേറ്. അവന് സ്പൈഡർമാന്റെ കാര്യം പറഞ്ഞു പോയി. വന്നേ. ഓക്കെ ഫ്രാങ്ക്ലിൻ ഭായ്, വണ്ടി വിട്ടോ. ഫ്രാങ്ക്ലിൻ ഭായ് ഉണ്ടല്ലോ, ഈ ഓട്ടോ സ്റ്റാൻഡിൽ ഇടാനുള്ള ഐഡിയ എവിടെന്നാ കിട്ടിയത്? അതേമാതിരി തന്നെ ഫ്രാങ്ക്ലിൻ ഭായ് ഉണ്ടല്ലോ, ഈ ഓട്ടോറിക്ഷയുടെ ഉള്ളില് എന്തിനാണ് ഈ ഹെൽമെറ്റ് വെക്കണത്? എടാ, ഈ സാധാരണക്കാർക്ക് ഓട്ടോറിക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാല് ജീവനല്ലടാ. എടാ, അവർക്ക് ഈ പാവപ്പെട്ട ആൾക്കാർ എന്തോരം പേരുണ്ട് അവിടെ ചിഞ്ചാനെ. അവർക്കൊക്കെ പോവാൻ വേണ്ടിട്ടാണ് ഞാൻ തുടങ്ങിയത് ചിഞ്ചാനെ. പിന്നെ അതേമാതിരി അടിപൊളി കണ്ടന്റും കാര്യങ്ങളും കമന്റ് ഇടാ, അതിനെ കൂട്ടുകൊണ്ട് കടന്നു വരൂ. എല്ലാവർക്കും സ്പൈഡർമാൻ ഐലൻഡിലോട്ടൊക്കെ സ്വാഗതം. ഈ പറ്റും ഫ്രാങ്ക്ലിൻ ഭായ്, സൂപ്പർ പവർ ഉണ്ടാവും. ആ ഓബി നിങ്ങൾ മത്സരിച്ച് വിജയിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ആ കാണുന്ന മാൻഷനിലോട്ട് പോകാൻ പറ്റും. ഒരുപാട് ഓബീസ് ഈ ചിഞ്ചാൻ കണ്ടിട്ടുള്ളതാണ്. ഒരുപാട് ഓബീസിന് ഈ ചിഞ്ചാൻ വിജയിച്ചിട്ടുള്ളതാണ്. അയ്യോ ചിഞ്ചാനെ, അതൊക്കെ എപ്പോഴാടാ? ഫ്രാങ്ക്ലിൻ ഭായ് മിണ്ടാണ്ടിക്ക്, നമുക്ക് മാസായിട്ട് ഒരു ഡയലോഗുകൾ വേണ്ട ഫ്രാങ്ക്ലിൻ ഭായ്. ഓക്കെ, എന്നാ പിന്നെ വെൽക്കം ടു സ്പൈഡർമാൻ